ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉന്നക്കായയാണ്. അതിനാവശ്യമായത് ഞാൻ 10 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ആ 10 നേന്ത്രക്കായ അടുപ്പത്തിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളത്തെ സാധനം കളഞ്ഞ് ഒരു കറുപ്പ് സാധനം കളഞ്ഞ് അത് നല്ലോണം ഉടച്ചെടുക്കാം. നമ്മൾ കായാട്ട അടച്ചിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കും. അപ്പം ഞാനിത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു മാവാണ്. നമുക്കൊന്ന് അമ്പിച്ച് കാണിച്ചു തരാം. നീന്തക്കായൻ്റെ മാവ് പോലെ തോന്നില്ല. അത് നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി സോഫ്റ്റാണ്. ഇതിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കി ചട്ടി നല്ലവണ്ണം ചൂടായ ശേഷം നമുക്കതിലേക്ക് തേങ്ങയിട്ട് നല്ലവണ്ണം വറുത്തെടുക്കാം. ഒക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ ഒരു ബ്രൗൺ കളറായി വരും. നന്നായി കുറച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മളുടെ ജീരകം ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് പഞ്ചസാരയും ഏലക്കായും ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ തേങ്ങ ബ്രൗൺ കളറായി വരുന്നുണ്ട് കൂട്ടുകാരെ. എളുപ്പമാണ് ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ. നമ്മള് തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. തീ ഓഫാക്കി വെക്കുക, തണുക്കാൻ വെക്കുക. നീന്തക്കായൻ്റെ മാവ് എടുത്തിട്ട് നമുക്കൊരു ബോളാക്കി എടുക്കാം. എന്നിട്ട് കയ്യിൽ പ്രസ് ചെയ്യുക. ഒരു പപ്പട പോലത്തെ ഒരു ആകൃതിയിലാക്കുക. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ കൈയോട്ട് ഇത് അമർത്തി കൊടുക്കുക. ഇതുപോലെ അമർത്തി കൊടുക്കണം നമുക്ക്. അപ്പൊ എല്ലാവരും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉന്നക്കായാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നമ്മൾ ഉന്നക്കായ ഉരുട്ടി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ട് ഒരു എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറായി വന്ന ശേഷം നമുക്കൊന്ന് കോരിയെടുത്തൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ചെയ്യുക. ഇത് റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക.